ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്, ഞാൻ നിങ്ങളോട് റോൺ സർ. CJ റോയ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ CEO CJ റോയ് മരണപ്പെട്ടു എന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. ന്യൂസിൽ കൂടെ സൂയിസൈഡ് ചെയ്ത് മരിച്ചതായിട്ട്. നമ്മളെല്ലാവരും അറിയുന്ന CJ റോയ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ നമുക്കൊക്കെ ഒരു റോൾ മോഡൽ പോലെ, ബിസിനസ്സുകാർക്ക് എന്നും ഒരു റോൾ മോഡലായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ഡോക്ടർ CJ റോയ്. അദ്ദേഹത്തിന് നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ നന്നായിട്ട് ആക്റ്റീവായ ഒരാളാണ് റോയ്. പിന്നെ നമ്മളെയൊക്കെ ഇൻസ്പയർ ചെയ്യാനും, അതുകൂടാതെ ബിഗ് ബോസ്, സ്റ്റാർ സിംഗർ പോലെയുള്ള ചാനലുകളെ നിലനിർത്തുന്നത് പോലും റോയിയാണ്. അമ്മാതിരി അഡ്വർടൈസ്മെൻ്റാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ നമ്മളൊക്കെ കാണുന്നത്. നമ്മളൊക്കെ ചിന്തിക്കും, സ്റ്റാർ സിംഗർ ഫസ്റ്റ് വന്നപ്പം ഏതാണ് ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്, ഇത്രയും 40 ലക്ഷം രൂപയുടെയും ഒക്കെ അതിൻ്റെ മേലെയുള്ള പ്രൈസ് മണി സ്പോൺസർ ചെയ്യാൻ പാകത്തിനുള്ള ഇങ്ങനെയൊരു ഗ്രൂപ്പ് ഏതാണെന്ന് പോലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടല്ലേ. അത്രയും വലിയൊരു വളർച്ചയാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനുള്ളത്. അപ്പം നമുക്കൊന്നും ഇത് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ്. ആദ്യം പറഞ്ഞു ED റെയ്ഡിനെ തുടർന്നാണ് റോയ് മരിച്ചതെന്നുള്ളത്. പിന്നീട് നമ്മളറിഞ്ഞു ED റെയ്ഡല്ല, IT റെയ്ഡായിരുന്നു, അതിനെ തുടർന്ന് ആണ് ആത്മഹത്യ ചെയ്തെന്നുള്ള ന്യൂസ്. അങ്ങനെ കുറേ കോൺട്രവേഴ്സറി ഡോക്ടർ റോയിയുടെ മരണത്തെ ചൊല്ലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്. അപ്പോൾ പറയുന്നു ഇൻകം ടാക്സുകാർ പുള്ളിക്കാരനെ അങ്ങനെ ഹറാസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലൊന്നുമല്ല. ഡിസംബർ 3 അനുബന്ധിച്ച് IT റെയ്ഡ് വരികയും പിന്നെ തുടർന്ന് ഡിസംബർ 27 ഡോക്ടർ റോയിയുടെ ഒരു സമയം നോക്കിയിട്ടാണ് രണ്ടാമത് വീണ്ടും അതിനെ ചൊല്ലി വീണ്ടും ഡോക്യുമെൻറ്റ്സ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഡോക്ടർ റോയിയുടെയും കൂടി ഒരു സമയം നോക്കിയിട്ടാണ് IT ഉദ്യോഗസ്ഥർ അന്ന് ബാംഗ്ലൂരിലെ കോർപ്പറേറ്റ് ഓഫീസിൽ ചെല്ലുകയും അതിനെ തുടർന്ന് ഡോക്യുമെൻ്റ് എടുക്കാൻ പോകുക എന്നുള്ള രീതിയിൽ പോയിട്ട് പുള്ളിക്കാരൻ ഹൃദയത്തിലേക്ക് ഷൂട്ട് ചെയ്ത് മരിക്കുകയും ചെയ്തത്. അപ്പം ആദ്യം പറഞ്ഞു ഇങ്ങനെ ഈ IT ഉദ്യോഗസ്ഥരുടെ ഹറാസ്മെൻറ്റ് ത്രൂ ഫോണൊക്കെ പിടിച്ചെടുത്ത് അങ്ങനെ ഹറാസ്മെൻറ്റ് ത്രൂ ആണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നു. പിന്നെ ന്യൂസ് ചാനലിലൊക്കെ വ്യക്തമാക്കി അങ്ങനെ ഒരു ഹറാസ്മെൻറ്റൊന്നും നടന്നില്ല. ഒരു 4 ഉദ്യോഗസ്ഥന് മാത്രമാണ് അതിൻ്റെ ഡോക്യുമെൻറ്റ്സിനായിട്ട് പുള്ളിക്കാരൻ്റെ ഒരു ഡേറ്റ് നോക്കി 27 അവർ പോയി ആ ലോക്കറിലുള്ള ഡോക്യുമെൻ്റ് എടുക്കാൻ വേണ്ടിയാണ് പോയതെന്നും ഒക്കെ അന്വേഷണം പറയുന്നത്. ഇപ്പം ന്യൂസ് ചാനലിലൊക്കെ വീണ്ടും അടുത്ത ഒരു ഇത് വരുന്നുണ്ട്, പുള്ളിക്കാരൻ്റെ ഡയറി കിട്ടി. അപ്പം പുറത്തെ നിക്ഷേപത്തിൽ വൻ നഷ്ടങ്ങളുണ്ടാവുകയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡയറിയിൽ വ്യക്തമാക്കി കുടുംബാംഗങ്ങളോട് മാപ്പ് ചോദിച്ചു എന്നുള്ളതും, പിന്നെ അതേപോലെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ എല്ലാ ജോലിക്കാരെയും ഒരിക്കലും മറക്കരുതെന്നുള്ള രീതിയിലുള്ള കുറിപ്പുകളും ഒക്കെ ആ ഡയറിയിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടെന്നുള്ള ഇത് നമ്മളിപ്പം ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ റോയ് എന്ന് പറയുന്ന നമുക്കറിയാം, ഈ ബിഗ് ബോസ് പോലുള്ള ഷോയിലെ നിലനിർത്തുന്നത് തന്നെ ഡോക്ടർ റോയിയാണ്. വേറെ ഒരാൾക്കും ഇത്രയും പ്രൈസ് മണി ഓഫർ ചെയ്യാനോ ഒന്നും പറ്റില്ല. നമ്മൾ ബിഗ് ബോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഫസ്റ്റ് പ്രൈസ് എപ്പോഴും കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണ് സ്പോൺസർ ചെയ്യുന്നത്. അത്തരത്തിലുള്ള രീതിയിൽ പണ്ട് ഡോക്ടർ റോയ് പിന്നെ പുറത്ത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു ഫ്ലാറ്റ് പോലും ദുബായിൽ വിറ്റ് പോകാത്ത ഒരു സമയത്താണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് കടന്നു വരികയും അതിൽ കൂടെ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെയൊരു പ്രൈസ് മണി ഓഫർ ചെയ്ത് നമ്മൾ പുറത്തെ ആൾക്കാരെ ഏറ്റവും കൂടുതൽ കാണുന്നൊരു ചാനലാണ് ഏഷ്യാനെറ്റ്. അങ്ങനെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഒരുപാട് ഫ്ലാറ്റുകൾ വിറ്റ് പോവുകയും നല്ലൊരു മാർക്കറ്റിംഗ് സൂത്രശാലിയും കൂടിയാണ് ഈ ഡോക്ടർ റോയ്. പുള്ളിക്കാരൻ പല ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ടായിരുന്നു, ഞാനങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും വേറെ ഒരാളെ വെച്ച് PR വർക്ക് ചെയ്യാറില്ല. പിന്നെ എൻ്റെ വീഡിയോസ് എൻ്റെ ഡ്രൈവർമാർ അല്ല എൻ്റെ സ്റ്റാഫുകളാണ് തന്നെ എടുക്കുന്നത്. പക്ഷെ നമുക്ക് കാണാമില്ല, പിന്നെ ഏഷ്യാനെറ്റ് പോലുള്ള മാധ്യമങ്ങളിൽ വളരെ ഹൈ PR വർക്ക് ചെയ്ത്
എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുന്ന ഒരാളാണ് ഡോക്ടർ റോയ്. അതുകൂടാതെ തന്നെ ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്നൊന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ ഒറ്റയടിക്കില്ലാതാക്കിയാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഇതിനെ കൊണ്ടുവരികയും അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ ഇങ്ങനെ ന്യൂസ് ചാനലിൽ കൂടെയൊക്കെ നമ്മൾ ഇപ്പോൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഒരു ഇൻകം ടാക്സ് റെയ്ഡിനെ ചൊല്ലി ഒരു മനുഷ്യനങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഒരു ചോദ്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. കാരണം അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ബിസിനസ്മാൻ ഒരു IT റെയ്ഡിനെ പേടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളതുള്ള നമ്മളെപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമല്ലേ. കാരണം ഒരു ED റെയ്ഡ് അല്ല, ഇത് വെറും ഒരു IT റെയ്ഡാണ്. അവർക്കതിനുള്ള ഒരു പവറൊന്നുമില്ല. പക്ഷേ ഡോക്ടർ റോയ് പേടിച്ച എന്തോ ഒന്ന് ഡോക്ടർ റോയിയുടെ കോർപ്പറേറ്റ് ഓഫീസായ ബാംഗ്ലൂരിലെ ലോക്കറിലുണ്ട്. അപ്പോൾ ആ ഒരു ഇതെന്താണെന്നറിയാൻ എല്ലാവരെപ്പോലും നമുക്കും ഒരു ക്യൂറിയോസിറ്റി ഉണ്ട് അല്ലേ, എന്താണ് ഇത്രയും പേടിച്ച ഒരു കാര്യം. കാരണം ഡോക്ടർ റോയിനെ സംബന്ധിച്ചിടത്തോളം സെൽഫ് റെസ്പെക്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കരുതുന്ന കാര്യമാണെന്ന് നമുക്ക് പല ഇൻ്റർവ്യൂകളിലൊക്കെ കാണാവുന്ന ഒന്നാണ്. കാരണം അയാൾ സ്വന്തം ഒരു പേഴ്സണൽ ബ്രാൻഡ് എന്ന നിലയിലും അയാളുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്നുള്ള നിലയിലും വളരെ സെൽഫ് ബ്രാൻഡിങ്ങും നല്ല മാർക്കറ്റിങ്ങും അത്ര രീതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ച് എന്തോ ഒരു സെൽഫ് റെസ്പെക്റ്റിന് കോട്ടം ഭാവിയിൽ ഉണ്ടാകാവുന്ന കാര്യം എന്തോ ആ ഡോക്യുമെൻറ്റ്സിലോ അല്ലെങ്കിൽ മറ്റ് പേടിക്കുന്ന എന്തോ തരത്തിലുള്ള ഒരു സംഭവം അതിലുണ്ടെന്ന് കരുതിയിട്ടാണ് പുള്ളിക്കാരനെ ഇങ്ങനെ ഒരു ആത്മഹത്യ വരുന്നത്. കാരണം പുള്ളിക്കാരെ ഇത് മാധ്യമങ്ങളിൽ പറയുന്നു, നമുക്ക് സത്യം എന്താണെന്നറിയില്ല. പുള്ളിക്കാരെ ഇത് കുറേ മുന്നേ തന്നെ പ്രിപ്പയർ ആയ December 3 കഴിഞ്ഞിട്ട് പുള്ളിക്കാരെ അത് നേരത്തെ തന്നെ പ്രിപ്പയർഡ് ആയതാണ് ഇങ്ങനെ ഒരു സൂയിസൈഡ് എന്നുള്ളത്. കാരണം പുള്ളിക്കാരൻ്റെ ഇഷ്ട നമ്പറായ 3 എന്ന് പറയുന്ന ഒരു സമയത്താണ് പുള്ളിക്കാരൻ്റെ മരണം. ഏകദേശം 3:10 കൂടിയാണ് പുള്ളിക്കാരൻ്റെ മരണം സ്ഥിരീകരിച്ചത്. അതുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള CCTV ദൃശ്യങ്ങളും ഒക്കെ CCTV ഒന്നും ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ദുരൂഹതകൾ ഡോക്ടർ റോയിനെ കുറിച്ചുണ്ട്. നമുക്ക് വരും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് എങ്ങനെയാണ് അത്രയും പവർഫുള്ളായുള്ള മനുഷ്യൻ ഇത്രയും സമ്പന്നനായ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണല്ലേ. അതുകൂടാതെ നമ്മൾ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിലും വൻ നാശം ഉണ്ടായി എന്നുള്ളൊരു വസ്തുതയും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. പുള്ളിക്കാരുടെ ഡയറിയിൽ അത് വ്യക്തമായി എഴുതി വെച്ചിട്ടുമുണ്ട്. അതുകൂടാതെ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ പിന്നീട് എങ്ങനെ നയിക്കാമെന്നടക്കമുള്ള കാര്യങ്ങൾ ഡയറിയിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. എന്തായാലും SIT ഇതിൻ്റെ അന്വേഷണം എടുത്തിട്ടുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്താണെന്നുള്ള അറിയാം. നമ്മളെല്ലാവരും അത്രയും ആദരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള അറിയാനുള്ള ആഗ്രഹം എനിക്കും ഉണ്ട്. കാരണം നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്നതാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പും അതിൻ്റെ അത്രയും പ്രമോഷൻ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയ്യുന്ന പോലെ ഒരു ഗ്രൂപ്പും എനിക്ക് ഇത്രയധികം പ്രമോഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമാണ്. അപ്പം നമുക്ക് നോക്കാം ഇനി വരും കാലങ്ങളിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്നതെന്നുള്ളത്. കാരണം പുള്ളിക്കാരൻ്റെ നമ്മുടെയൊക്കെ ഒരു നിഗമനത്തിൽ പുള്ളിക്കാരൻ സെൽഫ് റെസ്പെക്റ്റിന് കോട്ടം തെറ്റുന്ന രീതിയിലല്ലേ, പുള്ളിക്കാരൻ്റെ ബ്രാൻഡിനെ തട്ടുന്ന രീതിയിൽ എന്തോ ഒരു സംഭവം കാര്യമായിട്ടുണ്ടായിട്ടുണ്ട്. അതിനെ ചൊല്ലിയാണ് ഈ സൂയിസൈഡ്. നമുക്കെന്തെങ്കിലും നോക്കാം.